നമസ്കാരം, ഞാൻ ആസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ്. ചെറിയ ശാരീരിക അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ശബ്ദത്തിനോ മറ്റോ തകരാറുകൾ സംഭവിച്ചാൽ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിലമ്പൂരിലെ PV അൻവറിൻ്റെ ഇന്നലത്തെ അരങ്ങേറ്റം ഒരു ഒന്നൊന്നര സംഭവമായിരുന്നു. 2 മണിക്കൂറിലധികം നീണ്ടു നിന്ന പ്രസംഗം ഒരു സഖാവിനും കേൾക്കാനും സഹിക്കാനും പറ്റുന്നതിനപ്പുറമായിരുന്നു. അൻവർ എന്ത് പറയുന്നു എന്നറിയാൻ പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് വരെ പാർട്ടി പ്രവർത്തകർ ഒഴുകിയെത്തി. ഈ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകൾ മറ്റു പാർട്ടിക്കാരും ഉണ്ടാകാം. അൻവർ പ്രസംഗം ആരംഭിച്ച് തന്നെ സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത് 3 പതിറ്റാണ്ടിലേറെക്കാലം ജീവിക്കുന്ന രക്തസാക്ഷിയായി അവസാനം മരണമടഞ്ഞ സഖാവ് പുഷ്പൻ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ്. സത്യത്തിൽ ആ വാക്കിൽ തന്നെ ഒരു പിണറായി വിജയൻ്റെ ചങ്കിൽ തറക്കുന്ന ഒരു ദുസ്സൂചനയുണ്ട്. സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം ചെയ്ത പാർട്ടി സഖാക്കൾ പിടഞ്ഞു മരിക്കുകയും പുഷ്പൻ എന്ന ജീവിക്കുന്ന രക്തസാക്ഷി മരണത്തോട് മല്ലിടിച്ച് ജീവിതം തള്ളി നീക്കുമ്പോൾ ഇന്ന് പിണറായിക്ക് ഏറെ ആക്ഷേപം കേൾക്കുന്ന മകളെയും മകനെയും സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച പിണറായി എന്ന വർഗ വഞ്ചകൻ്റെ മുഖത്തേക്ക് എറിഞ്ഞ ചീമുട്ടയാണ് സത്യത്തിൽ അൻവറിൻ്റെ ആ പ്രയോഗം. സ്വന്തം പാർട്ടി സഖാക്കൾ സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത് പിടഞ്ഞു മരിക്കുമ്പോൾ സ്വന്തം മക്കൾ അതേ സ്വാശ്രയ കോളേജിൽ പഠിച്ച് ഭാവി സുരക്ഷിതമാക്കിയ പിണറായി വിജയനെക്കുറിച്ച് ഇന്ന് വരെ ഒരു അക്ഷരം പറയാൻ പാർട്ടി സഖാക്കൾ തയ്യാറായില്ല. പാർട്ടി എന്ത് പറയുന്നു അതപ്പടി അനുസരിക്കുന്ന സഖാക്കളാണ് നമുക്കുള്ളത്. തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും, കൊല്ലിക്കാൻ പറഞ്ഞാൽ കൊല്ലിക്കും, കക്കാൻ പറഞ്ഞാൽ കക്കും, മുക്കാൻ പറഞ്ഞാൽ മുക്കും, പിന്നെ മാഷാ അല്ലാ സ്റ്റിക്കറോ ജയ് ശ്രീറാം സ്റ്റിക്കറോ ഒട്ടിക്കാൻ പറഞ്ഞാൽ അത് ഒട്ടിക്കും. അതിൻ്റെ അവസാനത്തെ തെളിവാണ് ഇന്നലെ വരെ അൻവറിനെ തോളിലേറ്റി നടന്നിരുന്ന, അൻവറിൻ്റെ ചെലവിൽ പൊറാട്ടയും ബീഫും തിന്ന് കൊടുത്ത, അൻവറിന് ഏറാം മൂടികളായി നടന്ന നിലമ്പൂരിലെ സഖാക്കൾ. ഗോവിന്ദ മാസ്റ്റർ ഒന്ന് പറഞ്ഞാൽ കയ്യും വെട്ടി കാലും വെട്ടി ചാലിയാറിൽ കൊണ്ടിടുമെന്ന് പറഞ്ഞത് അതിൻ്റെ വലിയൊരു തെളിവാണ്. കൊല്ലം ജില്ലയിൽ നമുക്കറിയാം SDPI, നമ്മൾ SDPIക്കാരെ പിന്തുണക്കുന്ന ആളുകളൊന്നുമല്ല, പക്ഷേ പറയാതിരിക്കാൻ വയ്യ. SDPIയുടെ ജാഥയിൽ ഇതിനേക്കാൾ വളരെ ലളിതമായ ഭാഷയിൽ ഒരു ചെറിയ കൊച്ചുകുട്ടി മുദ്രാവാക്യം വിളിച്ചപ്പോൾ ആ കുട്ടിയുടെ പേരിൽ കേസെടുത്ത പോലീസ് നിലമ്പൂരിലെ സഖാക്കളുടെ പേരിൽ വല്ല കേസും എടുക്കുമോ എന്ന് നമുക്ക് കണ്ടറിയണം. എന്തിനധികം അൻവർ ഫോൺ ചോർത്തി എന്ന് അൻവർ തന്നെ തുറന്നു പറഞ്ഞിട്ട് ദിവസങ്ങളോളമായി. എന്നാൽ ഇതുവരെ അൻവറിനെതിരെ നടപടിയെടുക്കാൻ, പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ അൻവർ പുറത്തേക്ക് പോയപ്പോൾ, CPയിൽ നിന്ന് പുറത്തു പോയി എന്ന് ഉറപ്പായപ്പോൾ തൊട്ടു പിറ്റേ ദിവസം തന്നെ പോലീസ് അൻവറിൻ്റെ പേരിൽ കേസെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ പഴയ ഒതായി കേസും അതുപോലെ തന്നെ അൻവറിൻ്റെ നായാടമ്പൊയിലെ തടയണയിൽ പിണറായി വിജയൻ സുർക്കി മിശ്രിതം ഒഴിച്ച് ഉറപ്പ് കൂട്ടിയ ഈ തടയണയൊക്കെ എന്നാണ് പൊളിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ അൻവർ ശരിയെന്ന് ഇന്നലെ വരെ അൻവറിനെ വിമർശിച്ച ഓരോരുത്തരും മനസ്സിൽ പറയാൻ തുടങ്ങിയിരിക്കും. അങ്ങാടി മരുന്ന് വിൽക്കുന്ന വൈദ്യന്മാരെ പോലെ എന്തൊക്കെയോ എഴുതി വെച്ച പോസ്റ്ററും ഒട്ടിച്ച് അതിൻ്റെ അടുത്തൊരു ചുമന്ന കൊടയും പിടിച്ച് ജില്ലാ പോലീസ് ഓഫീസറുടെ ബംഗ്ലാവിൽ മരക്കുറ്റിക്ക് മുന്നിലിരുന്ന അൻവർ മരക്കുറ്റിയിൽ നിന്ന് മരമായി വളർന്നത് വളരെ പെട്ടെന്നായിരുന്നു. തുടർന്ന് അങ്ങോട്ട് ഓരോ ദിവസവും നടത്തിയ പത്രസമ്മേളനങ്ങൾ ശശിയെയും അജിത് കുമാറിനെയും ഒക്കെ നിശ്ചിതമായി വിമർശിച്ചിരുന്നെങ്കിലും പിണറായി വിജയനെ വെള്ള പൂശാനാണ് അൻവർ ശ്രമിച്ചത്. മരിച്ചുപോയ തൻ്റെ വാപ്പയുടെ അതേ സ്വഭാവമാണ് പിണറായി വിജയൻ എന്നുവരെ പറഞ്ഞു. മുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ മുട്ടിന് സഖാവായ ഞാൻ എന്നിങ്ങനെ അൻവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്ത് PV അൻവർ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ അൻവറിനെ പുറത്താക്കുമോ എന്നൊന്നും ആരും ചിന്തിക്കാത്ത സമയത്ത് PV അൻവർ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമെന്ന് ആദ്യമായി ഞങ്ങൾ ചാനൽ 5+ ആണ് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ആരംഭിച്ചിട്ട് അധിക നാളായിട്ടില്ലെങ്കിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ ഷാഫി പറമ്പിൽ 1,20,000 കൃത്യമായിട്ടാണ് പറഞ്ഞത്, 20,000 വോട്ടിന് ജയിക്കുമെന്നും തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് CPM കൊടുക്കുമെന്നും ഞങ്ങൾ പറഞ്ഞത് 100% ശരിയായി. ഇന്നലെ നിലമ്പൂരിൽ അൻവർ നടത്തിയ പ്രസംഗം ക്രിസ്ത്യൻ മിഷനറിമാരുടെ സേവനവും അവരെ സ്കൂളിൽ പഠിച്ചതും കൊറ്റിക്കുട്ടി ചേച്ചിയുടെ മുല കുടിച്ചതും 5 നേരം നമസ്കരിക്കുന്നൊക്കെ എടുത്തു പറഞ്ഞത് അൻവർ ലക്ഷ്യമാക്കുന്നത് എന്താണ് എന്നതിൻ്റെ സൂചനയാണ്. ഈ കാര്യങ്ങളൊക്കെ അൻവറിൻ്റെ കുടുംബത്തിൽ മാത്രം നടക്കുന്നതല്ല, മലപ്പുറം ജില്ലയിൽ ഒട്ടുമിക്ക കുടുംബങ്ങളും നടക്കുന്നതാണ്. പാർട്ടി ഗ്രാമങ്ങളാൽ അതിര് കിട്ടിയ
കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലയുടെ വടക്കൻ പ്രദേശത്തെ പോലെയോ തെക്കൻ ജില്ലയെ പോലെയോ ആളുകളുടെ ജാതിയും മതവും ഉപജാതിയും ഒക്കെ നോക്കി വേർതിരിക്കുന്ന സ്വഭാവം മലപ്പുറത്തുകാർക്കില്ല. മലപ്പുറത്ത് ഉത്സവമാണെങ്കിലും നേർച്ചയാണെങ്കിലും പള്ളിപ്പെരുന്നാളാണെങ്കിലും എല്ലാം ഇവിടെ സർവ്വമത ആഘോഷങ്ങളാണ്. ഓണവും വിഷുവും ക്രിസ്തുമസും എല്ലാം ഒന്നിച്ച് ആഘോഷിക്കുന്നവരാണ്. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് മുസ്ലിം സംഘടനകളും നബിദിന ഘോഷയാത്രയ്ക്ക് ഹിന്ദു സംഘടനകളും വരവേൽപ്പ് നൽകുകയും മധുരം പലഹാരങ്ങൾ നൽകുകയും ചെയ്യുന്ന കാഴ്ച മലപ്പുറത്ത് നമുക്ക് എവിടെയും കാണാം. ഈ ഓണത്തിന് ഒരു പ്രത്യേക വാർത്ത നമ്മൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഒരു പ്രമുഖ അമ്പലത്തിലെ തന്ത്രി ഓണത്തിന് പലഹാരങ്ങളുമായിട്ട് പാണക്കാട് കുടുംബത്തിലെത്തിയതും ഞങ്ങളുടെ അമ്പലത്തിൻ്റെ പുനർനിർമ്മാണത്തിന് എല്ലാ സഹായവും വാഗ്ദാനം നൽകിയ തങ്ങളുപ്പാപ്പയ്ക്കുള്ള കാണിക്കയാണ് എന്ന് പറഞ്ഞതും മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുത്ത ബൈത്തുറഹ്മക്ക് പാണക്കാട് തങ്ങളുടെ സാന്നിധ്യത്തിൽ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോക്ക് മുന്നിൽ നിലവിളക്ക് കത്തിച്ച് ഗൃഹപ്രവേശനം നടത്തിയതും കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസ് സെൻ്ററിന് പരിസരത്തുള്ള അമ്പലങ്ങളിൽ നിന്നൊക്കെ വിഷു കൈനീട്ടം എത്തിക്കുന്നതൊക്കെ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ഇതൊന്നും കാണാതെ മലപ്പുറത്തെ വർഗീയതയുടെ പ്രഭവ കേന്ദ്രമായി കാണാനും പ്രചരിപ്പിക്കാനുമാണ് CPM-ന് ഇഷ്ടം. നമുക്കറിയാം, സഖാവ് VS അച്യുതാനന്ദന് കുട്ടികൾ വളരെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിൽക്കുന്ന മലപ്പുറത്ത് പടിപടിയായിട്ട് മാറ്റമുണ്ടാക്കുകയും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും കഷ്ടപ്പെട്ട് വിജയഭേരിയൊക്കെ നടത്തി ആ പരീക്ഷയിൽ മലപ്പുറത്തെ കുട്ടികൾ റാങ്ക് നേടിയപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനൊക്കെ നേരിൽ വന്ന് ലഡും കേക്കൊക്കെ ആയി വന്നിട്ട് ഈ കുട്ടികളെ അഭിനന്ദിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അച്യുതാനന്ദൻ പറയുന്നത്, നിങ്ങളത് കോപ്പി അടിച്ചിട്ടല്ലേ എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മലപ്പുറത്തെ കുട്ടികൾ റാങ്ക് നേടണമെങ്കിൽ കോപ്പി അടിക്കണമെന്ന് അച്യുതാനന്ദൻ പറഞ്ഞത്. 20 വർഷം കൊണ്ട് മലപ്പുറത്തെ മുസ്ലിങ്ങൾ പെറ്റുപെരുകി മലപ്പുറം പാകിസ്ഥാനാകുമെന്ന് പറഞ്ഞതും അച്യുതാനന്ദൻ തന്നെയാണ്. ഇന്നിപ്പോൾ പറയുന്ന ലൗഹ് ജിഹാദ് എന്ന പരാമർശം BJP-യുടെ കോർട്ടിലേക്ക് ഇട്ടുകൊടുത്തതും അച്യുതാനന്ദനാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഗെയിൻ സമരം നടന്നപ്പോഴും അതുപോലെ നാഷണൽ ഹൈവേയിൽ അശാസ്ത്രീയമായി സ്ഥലം ഏറ്റെടുക്കുന്ന സമരം നടന്നപ്പോഴൊക്കെ അതിനൊക്കെ മത തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യമായി കാണാനും മലപ്പുറം വർഗീയതയുടെ പ്രഭവ കേന്ദ്രമായി ആണെന്ന് പറയാനും ഒരു CPM-മാനൊരു മടിയുണ്ടായില്ല. എന്നാൽ അന്നൊന്നും ഇതിനെതിരെ ഒരു അക്ഷരം പറയാൻ അൻവർ തയ്യാറായിട്ടില്ല എന്നതും നമ്മൾ ഓർക്കണം. ഇനി അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയും മലബാറിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതവും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അൻവറിനെ ഒറ്റയടിക്ക് സ്വീകരിക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും തയ്യാറാകില്ല. CPI ആദ്യം തന്നെ അൻവറിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. സ്വന്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അത് ചലിപ്പിക്കാനും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാനും അൻവറിന് എത്രത്തോളം കഴിയുമെന്ന് ചിന്തിക്കണം. ഇപ്പോൾ കുറച്ച് പദം വന്നെങ്കിലും ഇതുവരെ അൻവർ പിണറായിക്ക് പഠിക്കുന്ന ഒരാളായിരുന്നു. പത്രക്കാരോട് തട്ടിക്കയറുന്നതും പത്രക്കാരുടെ മൈക്ക് തട്ടിത്തെറിപ്പിക്കുന്നതൊക്കെ കാണുമ്പോൾ പിണറായിയുടെ ഈ അരുമ ശിഷ്യൻ തന്നെയാണ് അൻവർ എന്ന് പലപ്പോഴും തോന്നിയിരുന്നു. അൻവറിൻ്റെ സ്വഭാവം വെച്ച് പല ചിന്താഗതിക്കാരും പല സ്വഭാവക്കാരുമുള്ള താല്പര്യക്കാരൊക്കെ ആയ ആളുകളെ കോർത്തിണക്കി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിരിക്കും. നമുക്കറിയാം, അബ്ദുറഹ്മാനും ലില്ലിയും KT ജലീലും PTA റഹീമും കാരാട്ട് റസാഖും KPA മുസ്തഫയും എല്ലാം കൂടിയാലും അൻവറിനോടൊപ്പം എത്തൂല എന്നുറപ്പാണ്. വലിയ വായിൽ ബഡായി പറയുമെങ്കിലും KT ജലീലിന് പിണറായി വിജയനെ തള്ളിപ്പറയാൻ 100 വട്ടം ആലോചിക്കേണ്ടി വരും. അൻവറിനെപ്പോലെ 5 നേരം നമസ്കരിക്കുമെന്ന് പറയാതെ തന്നെ മതഭക്തനും സാമുദായിക സാംസ്കാരിക ചാരിറ്റി രംഗത്ത് സജീവവുമായ, നേരത്തെ പറഞ്ഞ മറ്റാർക്കുമില്ലാത്ത മാന്യമായ രാഷ്ട്രീയക്കാരൻ എന്ന സൽപ്പേരുള്ള നിയാസ് പുളിക്കലത്ത് CPI വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കാറുള്ള സാധ്യതയും കുറവാണ്. പിന്നീടുള്ളത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ CPM-ൻ്റെ നേതാക്കളാണ്. അവർക്കൊക്കെ TP ചന്ദ്രശേഖരൻ്റെ പേടിപ്പിക്കുന്ന ഓർമ്മകൾ ഉള്ളതുകൊണ്ട് അൻവറിനെ പോലെ എന്നും വരുന്നത് വരട്ടെ, അത് നേരിടാൻ തൻ്റെ ഇടമില്ലാത്തത് കൊണ്ടും സ്വകാര്യമായി അല്ലറ ചില്ലറ സഹായങ്ങളൊക്കെ അൻവറിന് ചെയ്തു കൊടുക്കുമെന്നല്ലാതെ പരസ്യമായി ഒരു പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിക്കാനുള്ള ധൈര്യമുണ്ടാവുകയില്ല. എൻ്റെ വിലയിരുത്തലനുസരിച്ച് അൻവറിന് ഏറ്റവും സ്വീകാര്യമായത് AAP ആയിരിക്കും. അതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അൻവർ അധികം വൈകാതെ തന്നെ AAP-യിൽ എത്തിച്ചേരാനാണ് സാധ്യത. ശ്രീകണ്ഠനും കാരശ്ശേരിയെപ്പോലുള്ള പ്രഗത്ഭരായ വ്യക്തികൾ പ്രവർത്തിച്ചെങ്കിലും അവർക്കൊന്നും രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തത് കൊണ്ട് AAP ക്ലച്ച് പിടിക്കാൻ കഴിഞ്ഞില്ല. മലപ്പുറം ജില്ലയിൽ AAP-യുടെ നേതൃസ്ഥാനത്തുള്ള ചന്ദ്രികയുടെ മുൻ ചീഫ് എഡിറ്റർ റഹീം ഏച്ചിയുടെ മരുമകനുണ്ട്. അദ്ദേഹം ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ ട്രേഡ് മാർക്ക് വാങ്ങിക്കൊടുക്കുന്ന വക്കീലാണെങ്കിലും സ്വന്തം പാർട്ടിക്ക് ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നോക്കുമ്പോൾ AAP-ക്ക് ശക്തനായ ഒരു സംസ്ഥാന തലത്തിൽ നേതൃത്വം നൽകാൻ കഴിയുന്ന
ഒരു വ്യക്തിയായിരിക്കും അൻവർ. മറ്റുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ ട്രേഡ് മാർക്ക് വാങ്ങിക്കൊടുക്കുന്ന വക്കീൽ, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാക്കിക്കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിൽ അൻവർ AIP-യിലേക്ക് എത്തിയാൽ സംസ്ഥാന തലത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന AIP പ്രവർത്തകർക്ക് ഒരു പുത്തൻ ഉണർവ് നൽകാനും അവരെ കോർത്തിണക്കിയും സമാന ചിന്താഗതിക്കാരായ ആളുകളെ ആകർഷിച്ചും AIP-യെ ഒരു ശക്തിയാക്കി മാറ്റാൻ അൻവറിന് കഴിയും. അങ്ങനെ വന്നാൽ AIP-ക്ക് ഒരു MLA എങ്കിലും ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മംഗല്യം പാടില്ലെങ്കിലും സംബന്ധമാകാമെന്നാണല്ലോ വെപ്പ്. അപ്പോൾ അങ്ങനെ AIP-യിലൂടെ UDF-ൻ്റെ ഘടകകക്ഷിയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഇതായിരിക്കും അൻവറിന് മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം. അൻവറിൻ്റെ പടപ്പുറപ്പാട് കുറച്ച് അണികളൊക്കെ ചിലപ്പോൾ അൻവറിൻ്റെ കൂടെ പോകുമെങ്കിലും കഴിഞ്ഞ തവണ UDF നഷ്ടപ്പെട്ട 4 അസംബ്ലി സീറ്റുകളിൽ നിലമ്പൂർ മാറ്റി നിർത്തിയാൽ പൊന്നാനിയും തവനൂരും താനൂരും തിരിച്ചു പിടിക്കാനുള്ള സാധ്യതയാണ് UDF-ന് മുമ്പിലുള്ളത്. എന്നാൽ ചില കെട്ടുപാടുകളും താല്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആലസ്യത്തിൽ നിന്നുണർന്ന് മുസ്ലിം യൂത്ത് ലീഗും MSF-ഉം യൂത്ത് കോൺഗ്രസുമൊക്കെ ഇടതുപക്ഷത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തമായ സമര പരിപാടികളുമായി രംഗത്തിറങ്ങിയിട്ടില്ലെങ്കിൽ നാളെ കനത്ത വില തന്നെ നൽകേണ്ടി വരും. അറബി, ഉറുദു, സംസ്കൃത ഭാഷകൾക്കെതിരെ നായനാർ കൊണ്ടുവന്ന കരിനിയമത്തെ അതിശക്തമായ സമരത്തിലൂടെ മാറ്റിയെഴുതിയ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സമരവീര്യം എവിടെയോ തണുത്തുറഞ്ഞ് കിടപ്പുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. മലബാറിനോടുള്ള അവഗണനയും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയോട്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയെ വർഗീയവൽക്കരിക്കാനുള്ള ഇടതുപക്ഷ BJP പാർട്ടികളുടെ ചെയ്തികൾക്കും പിണറായി വിജയൻ്റെ അഴിമതികൾക്കുമെതിരെ അൻവറിനേക്കാൾ ഒരു പടി മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ അണികളൊക്കെ നാളെ എന്ത് സംഭവിക്കും എന്ന് ഒരു ആത്മപരിശോധന നടത്തുന്നത് എന്ത് തന്നെയായാലും നല്ലതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, അൻവർ അന്ധമായ മുസ്ലിം ലീഗ് വിരോധവും കോൺഗ്രസിനോടുള്ള പഴയ പകയും മാറ്റി നിർത്തുകയും കോൺഗ്രസും മുസ്ലിം ലീഗും പ്രത്യേകിച്ചും ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ളവർക്ക് അൻവറിനോടുള്ള അകൽച്ചയും മാറ്റി നിർത്തി പൊതുശത്രുവിനെതിരെ ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചാൽ മലബാറിനോടുള്ള ഇടതുപക്ഷത്തിൻ്റെ അവഗണനയും പ്രത്യേകിച്ചും മലപ്പുറം ജില്ല വർഗീയ പ്രഭാകേന്ദ്രമായി ചിത്രീകരിക്കാനുള്ള CPM BJP നിലപാടുകൾക്കുമെതിരെ ഒന്നിച്ചു നിന്ന് പോരാടി വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ ഒരൊറ്റ പഞ്ചായത്തോ ബ്ലോക്കോ ജില്ലാ പഞ്ചായത്തോ CPM-ന് ലഭിക്കുകയില്ല എന്ന് ഉറപ്പാണ്. മാത്രമല്ല മലബാറിലെ മറ്റ് ജില്ലകളിലും സമാനമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്തു തന്നെയായാലും സ്വന്തം പാർട്ടിക്കുള്ളിലെ പിണറായി വിരുദ്ധർക്കും അൻവറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ ഇടത് വലത് BJP നേതാക്കൾ തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിലും എതിർപ്പുള്ള ഒരു വലിയ വിഭാഗത്തിന് പുത്തൻ ഉണർവ് നൽകാൻ PV അൻവറിന് കഴിഞ്ഞിട്ടുണ്ട്.